അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന AAPയുടെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയുമായ നേതാവിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരിക്കുകയാണല്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അദ്ദേഹം ഇപ്പോൾ AAPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. സൗരഭ് ഭരദ്വാജ്, അദ്ദേഹം മുൻ ആരോഗ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണ് ED റെയ്ഡ് നടത്തിയത്. അഴിമതിക്കെതിരെയുള്ള പാർട്ടി, അഴിമതിക്കെതിരെ രൂപീകരിക്കപ്പെട്ട അഴിമതിയോട് കുരിശുയുദ്ധം പ്രഖ്യാപിച്ച ഒരു പാർട്ടി. അതായത് രാഷ്ട്രീയത്തിലെ മാലിന്യങ്ങളെ മുഴുവനും ഞങ്ങൾ നീക്കം ചെയ്യും, തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പാർട്ടി അങ്ങനെ നീക്കം ചെയ്യാൻ, നമ്മൾ മാലിന്യം തൂത്തുകളയാനായിട്ട് ഉപയോഗിക്കുന്നത് ചൂലാണ്. ആ ചൂലിനെ തങ്ങളുടെ ചിഹ്നമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു പാർട്ടി. ആ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാണ് ഇപ്പോൾ അഴിമതി കേസിൽ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൗരഭ് ഭരദ്വാജ് നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹവും നമുക്കറിയാം, സത്യേന്ദ്ര ജെയിൻ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം നേരത്തെ തന്നെ കേസുകളിലൊക്കെ പെട്ടയാളാണ്. അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ട്. അദ്ദേഹവുമായിട്ട് ചേർന്ന് ഈ ആശുപത്രി നിർമ്മിക്കാൻ, ഡൽഹിയിൽ ആശുപത്രികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കരാർ കൊടുത്തതിൽ വലിയ അഴിമതി നടത്തി, കൈക്കൂലി വാങ്ങി എന്നൊക്കെയാണ് കേസ്. ഇത് സംബന്ധിച്ച് വളരെ നേരത്തെ BJPയുടെ ആൾക്കാർ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ആ പരാതികൾ കുറച്ചൊക്കെ അന്വേഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയെങ്കിലും അതിന് വലിയ ഒരു ഗൗരവം അതിനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ജൂൺ 26-ന് BJPയുടെ നേതാക്കൾ കുറെ കൂടി തെളിവുകൾ ശേഖരിച്ച് വളരെ കൃത്യമായിട്ട് പരാതി കൊടുത്തു. അങ്ങനെ EDക്ക് നടപടിയെടുക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അവർ അന്വേഷണം ആരംഭിച്ചു. ഈ റെയ്ഡ് ഇപ്പോൾ നടത്തിയത് ഇയാളുടെ വീട്ടിൽ മാത്രമല്ല, സൗരഭ് ഭരദ്വാജിൻ്റെ വീട്ടിൽ മാത്രമല്ല, മറിച്ച് 13 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. ഈ 13 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്ന് കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടി, ചില രേഖകളൊക്കെ കിട്ടി എന്നാണ് പറയുന്നത്. ഈ സത്യേന്ദ്ര ജെയിനെയും ഇദ്ദേഹത്തിനെയും ഭരദ്വാജിനെയും ഇനി എപ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉയരുന്നത്. എന്തായാലും നമുക്കറിയാം, കോവിഡ് സമയത്ത് ഈ ഡൽഹിയിൽ വലിയ തിരിച്ചടിയായിരുന്നു. ഡൽഹിയിൽ വലിയ രീതിയിൽ ആൾക്കാർ മരിച്ചു. അന്ന് എല്ലാവരും നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷമായ ആക്രമണമാണ് മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിട്ടത്. മോദി എന്ത് ചെയ്യുന്നു, ഇത് നേരത്തെ അറിഞ്ഞില്ലേ? പിന്നെ ആദ്യത്തെ കോവിഡ് തുടങ്ങി ആദ്യത്തെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ആ പാൻഡമിക് സിറ്റുവേഷനിൽ 2020 അങ്ങനെ കടന്നുപോയി 21-ലേക്ക് എത്തിയപ്പോഴാണ് ഈ അതിരൂക്ഷമായ കോവിഡിൻ്റെ ആക്രമണം, ഈ രണ്ടാമത്തെ മ്യൂട്ടേഷൻ, ഈ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കുക. ആദ്യം വന്ന വൈറസ് പിന്നെ അതിനൊരു മാറ്റമുണ്ടായി, അത് രൂപാന്തരം പ്രാപിച്ച് പുതിയ രൂപത്തിൽ ആക്രമണം തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ വലിയ രീതിയിൽ മരിക്കാൻ തുടങ്ങിയത് ലോകമെന്നും. അത് ഡൽഹിയിൽ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം രൂക്ഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നു. പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡൽഹി സർക്കാരിൻ്റെ ചുമതലയിലാണ് അവിടുത്തെ ആരോഗ്യ വകുപ്പ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് നേരിട്ട് അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല, ഇടപെടാറുമില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പ് അങ്ങനെയല്ല, അത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ മറ്റെല്ലാ വകുപ്പുകളും ഈ പറഞ്ഞതുപോലെ അവിടുത്തെ വാട്ടർ സപ്ലൈ, അവിടുത്തെ വിദ്യുത് ശക്തി, ഇതെല്ലാം അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്. അല്ല, അതാണ് ഈ അഴിമതിക്കെതിരെ വന്ന ഒരു സർക്കാർ അവസാനം ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ജയിലിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വെറും അഴിമതിയല്ല, മദ്യവിൽപ്പനയ്ക്ക് അനുമതി കൊടുക്കുന്ന ഇതിലാണ്, ആ ലൈസൻസിലാണ് അഴിമതി നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദറായ അണ്ണാ ഹസാരെ ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഈ അഴിമതി വിരുദ്ധ സമരത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവന്ന അണ്ണാ ഹസാരെ തന്നെ പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഈ കോവിഡ് കാലത്ത് വന്നിരിക്കുന്ന ആ പ്രശ്നം, അന്ന് ഈ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കണമായിരുന്നു, അത് സ്ഥാപിച്ചിട്ടില്ല. അതിനുള്ള പണം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിരുന്നതാണ്. അവിടെ ഈ കോവിഡ് നേരിടാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളൊന്നും തന്നെ ഡൽഹിയിലെ ഒരാശുപത്രിയിലും നടത്തിയിരുന്നില്ല. ഇതിനെതിരെ BJP പരാതിപ്പെട്ടിട്ടും കാര്യമായ ഒരു അന്വേഷണവും ഈ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പരാതികളെല്ലാം പൂഴ്ത്തുകയായിരുന്നു. ഇപ്പോൾ അത് ഒന്നൊന്നായിട്ട് പുറത്തു വരികയാണ്. വളരെ കൃത്യമായിട്ട് അവിടെ അഴിമതി നടന്നു. ഈ പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് പോലും ഈ കേന്ദ്ര സർക്കാർ നൽകിയ പണം ഇവർ വെട്ടിക്കുകയായിരുന്നു.
അല്ലെങ്കിൽ അടിച്ചു മാറ്റുകയായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ ആം ആദ്മി സർക്കാർ ഈ പറഞ്ഞതുപോലെ അഴിമതിക്കെതിരെ, അഴിമതിയോട് സന്ധിയില്ലാ സമരം എന്ന് പ്രഖ്യാപിച്ച് രൂപീകരിക്കപ്പെട്ട ആം ആദ്മി പാർട്ടിയും അവരുടെ സർക്കാരും, ഡൽഹിയിലെ സർക്കാരും, അത് നീണ്ട 10 വർഷത്തെ ഭരണത്തിൽ നിന്ന് അവർ പുറത്തുപോയി. ഇപ്പോൾ അവിടെ BJP ആണ് ഭരിക്കുന്നത്. രേഖാ ഗുപ്ത എന്ന് പറഞ്ഞൊരു വനിതയാണ് അവിടെ മുഖ്യമന്ത്രി. അവിടെ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ ഇത്രയും വലിയ ഒരു അഴിമതി ആരോപണം ഉയരുകയും അതിൻ്റെ അന്വേഷണം ആരംഭിക്കുകയും അവരുടെ മുൻ മന്ത്രിയുടെ വീട്ടിൽ തന്നെ റെയ്ഡ് നടക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആം ആദ്മി പാർട്ടി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് വളരെ ബാലിശമായ, ഈ രാഹുൽ ഗാന്ധി പോലും പറയാത്ത മണ്ടത്തരമാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ പ്രതികാരമാണ് ഈ നടപടി എന്നാണ് പറയുന്നത്. നോക്കൂ, ഈ നരേന്ദ്രമോദി ഇതുമായിട്ട് എന്ത് ബന്ധം? ഈ അഴിമതി നടത്തിയെന്നുള്ളത് പരാതി വരികയും ആ പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ട് അത് അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെയ്ഡുകൾ നടക്കുമ്പോൾ അതിനെ ബന്ധിപ്പിക്കുന്നത് മോദിയുടെ പ്രതികാരം എന്നാണ്. എന്തിനാ? മോദി ED അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്തു, അതിൻ്റെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടു എന്നൊക്കെയാണ്. ഈ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. മോദി ഒരു RSS പ്രചാരകനായിരുന്നു. പ്രചാരകനായിരിക്കുന്ന കാലത്ത് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴിയാണ് പഠിച്ച് ഡിഗ്രിയൊക്കെ നേടിയത്. അതിവിടെ ഈ RSSനകത്ത് പ്രവർത്തിക്കുന്ന പ്രചാരകന്മാരെല്ലാവരും ഏതാണ്ട് അങ്ങനെയാണ്. അവർ പിന്നെ ഉയർന്ന ഉന്നത ബിരുദങ്ങൾ അവർ നേടും. അതെല്ലാം ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ വഴിയൊക്കെയാണ് അവർ നേടുന്നത്. PhD നേടിയ ആൾക്കാർ വരെ ഉണ്ട്, MPhil നേടിയ ആൾക്കാരുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ പോലും നമുക്ക് ഒരുപാട് പേരെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയും അത്തരത്തിലാണ് പഠിച്ച് അദ്ദേഹം പിന്നെ പഠിച്ചതും ബിരുദങ്ങൾ നേടിയതും അങ്ങനെയാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു കാര്യം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ED റെയ്ഡ് അഴിമതി കഥകൾ പുറത്തു വരുമ്പോൾ ഉടനെ പറയും ഫാസിസ്റ്റ് സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാണെന്ന ഒരു പരാമർശം ഇനി താമസിയാതെ വരുമല്ലോ. അതെല്ലാം നേരത്തെ ഇവർ പലപ്പോഴും ഉന്നയിച്ച് തേഞ്ഞുപോയ ആരോപണങ്ങളാണ്. മൂർച്ചയില്ല ഇപ്പൊ അതിന്. അത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് AAP പ്രതീക്ഷിച്ചത്. ഒരു ഇരവാദം ഉന്നയിച്ച് ഇപ്പോൾ പല മന്ത്രിമാരെ ജയിലിലായപ്പോൾ അവർ കരുതി ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടാമെന്ന് കരുതി. പക്ഷെ ജനങ്ങൾ കൃത്യമായി തന്നെ മറുപടി കൊടുത്തു. അതെ, കാരണം എന്താന്ന് വെച്ചാൽ ജയിലിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ വേട്ടയാടുന്നേ, ഞങ്ങളെ മോദി കൊല്ലുന്നേ, ഞങ്ങളെ നശിപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചെത്തിയത്. നമ്മൾ മനസ്സിലാക്കണം, സുപ്രീം കോടതി പോലും ആം ആദ്മി പാർട്ടിക്ക് ഫേവറബിളായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ അവസാന നിമിഷം ജാമ്യം കൊടുക്കുകയും അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരികയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടക്കം പങ്കെടുക്കുകയും ചെയ്തു. അന്ന് നടത്തിയ വെല്ലുവിളി എന്താ? മോദിക്ക് ഒരിക്കലും ഡൽഹി കിട്ടില്ല എന്നായിരുന്നു. പക്ഷെ എന്തായി? ആം ആദ്മി പാർട്ടി പൊട്ടി തകർന്നു പോയി. ഡൽഹി BJP പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനിയും അതുപോലെ ഇപ്പോൾ ഈ മദ്യത്തിന് ലൈസൻസ് കൊടുക്കുന്ന അടുത്ത് നടത്തിയ അഴിമതിയാണല്ലോ അരവിന്ദ് കെജ്രിവാളിന് ഏറ്റവും വലിയ കുരിശായി മാറിയത്. അതുപോലെ തന്നെ ഈ ആശുപത്രി നിർമ്മാണ കരാറിൽ വലിയ അഴിമതി നടന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരദ്വാജിൻ്റെയും ഒക്കെ വീടുകളിൽ റെയ്ഡ് നടന്നത്. കരാറുകാരുടെ അടക്കം വീടുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സത്യേന്ദ്ര ജെയിൻ നേരത്തെ തന്നെ കേസുകളിൽ പെട്ടയാളാണ്. അദ്ദേഹത്തിനെതിരെ വളരെ കടുത്ത അഴിമതി ആരോപണങ്ങൾ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ആം ആദ്മി പാർട്ടിയിലുള്ള ഒരു നേതാവിൻ്റെയും കൈകൾ ശുദ്ധമല്ല. ഇവർ നിഷ്കളങ്കരല്ല. ഇവർ അധികാരത്തെ പണമുണ്ടാക്കാനും അഴിമതിയിലൂടെ പണമുണ്ടാക്കാനും അത് ഒളിപ്പിക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനും ഒക്കെ ശ്രമിച്ച ആൾക്കാരാണ്. അത് അധികാരത്തിലിരുന്നപ്പോൾ അവർ വളരെ ധൈര്യസമേതം അതൊക്കെ ചെയ്തിരുന്നു. കള്ളപ്പണത്തിനെതിരെ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ്, കറുത്ത പണത്തിനെതിരെ എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ്. രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരാണ്. പക്ഷേ ഇപ്പോൾ അവർ സ്വയം മലീമസമായി അങ്ങേയറ്റം മാലിന്യം വഹിക്കുന്നവരായി സകല കള്ളത്തരങ്ങളുടെയും കൊള്ളരുതായ്മകളുടെയും കേന്ദ്രമായി മാറിയ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.